कि हजारों की तादाद में लोग मैसेजेस कर रहे, कमेंट्स कर रहे और बता रहे कि वो सैटरडे को इस पीसफुल प्रोटेस्ट में पार्टिसिपेट होंगे. सो आई रियली वांट टू थैंक यू ऑल फॉर मेकिंग दिस मूवमेंट सो बिग. प्रोटेस्ट ऑन 6th of June. एंड आई वुड अगेन रिक्वेस्ट यू ऑल एंड आई वुड लाइक टू इन्फॉर्म यू ऑल दैट मैं इंडिया में आ रहा हूँ सैटरडे को सुबह 8 बजे मैं दिल्ली एयरपोर्ट पर लैंड होऊंगा और उसके बाद हम सभी लोग पार्लियामेंट स्ट्रीट प्रोटेस्ट पुलिस स्टेशन जाएंगे, जहां पर हम एज अ लॉ अबाइडिंग सिटीजन पुलिस को इंटीमेशन देंगे कि हम प्रोटेस्ट करना चाहते हैं जंतर मंतर पर, और हमारा प्रोटेस्ट बिल्कुल पूरी तरीके से शांतिपूर्ण रहेगा, पीसफुल रहेगा. അമ്പടാ വീര അവൻ ജൂൺ 6 ഇവിടെ വരുന്നുണ്ട്, ഡൽഹി എയർപോർട്ടിൽ വരുന്നുണ്ട്. എല്ലാവരും അവിടെ ചെല്ലണം, നമുക്കൊരു പ്രൊട്ടസ്റ്റ് നടത്തണം എന്നാണ് പറഞ്ഞത്. 6 വരുന്നതാണോ അതോ അവിടുന്ന് നാട് കടത്തിയതാണോ, ഡീപ്പോർട്ട് ചെയ്തതാണോ സാറേ? അതായത് ഇങ്ങനെ പോയത് സ്റ്റുഡന്റ് വിസയ്ക്കാണ്, F1 വിസ എന്ന് പറയും. അപ്പോൾ അതിന് കുറച്ച് മാനദണ്ഡങ്ങളും മറ്റുമുണ്ട്. അവിടെ ചെന്ന് രാഷ്ട്രീയ പരിപാടികളും മറ്റുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, അതായത് മറ്റു രാജ്യത്തിനെതിരെയാണെന്ന് പറഞ്ഞാലും ഒരു വലിയ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് ആഹ്വാനം നടത്തുക, ഇതുപോലെ രാഷ്ട്രീയ പരിപാടികളൊക്കെ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കണം എന്നാണ് അതിനകത്ത് വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റുഡന്റ് വിസയ്ക്ക് അത് പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. പഠിക്കാൻ പോയാൽ പഠിച്ചോണം, ആവശ്യമില്ലാത്ത പരിപാടിക്ക് ചെയ്യരുത്. ഇപ്പം അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയെ സംരക്ഷിക്കാൻ ഓക്കെ അങ്ങനെ കൂട്ടാം. അവിടെ ചെന്നിട്ട് ആൾക്കൂട്ടം ഉണ്ടാക്കുക, ആഹ്വാനം നടത്തുക, ഇമാതിരി പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അമ്മമാർക്ക് തൂക്കിയെടുത്ത് വെളിയിൽ കളയാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ നിയമം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വേണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഞാനും എൻ്റെ അയൽവക്കക്കാരനുമായിട്ട് നല്ല ബന്ധമാണെന്ന് വെച്ചോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. ഇതിനിടയ്ക്ക് ഞാൻ വേറൊരുത്തനെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു. ഈ താമസിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ അയൽവക്കക്കാരനെതിരായിട്ട് എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ചില പരിപാടികൾ നടത്തുക, കുത്തിത്തിരിപ്പും മറ്റുമൊക്കെ എൻ്റെ അയൽവക്കക്കാരനെതിരെ പരിപാടി നടത്തുക. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യണ്ടേ? ഇവനെ ചവിട്ടി പുറത്താക്കും. ഏത് ഞങ്ങൾ തമ്മിൽ നല്ല ടൈമിലാണ് പോകുന്നത്, നീ അതിനിടയ്ക്ക് കിടന്നിട്ട് കളിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ നിന്നെ ചെവിയിൽ തൂക്കിയിട്ട് ഞാൻ വെളിയിലോട്ട് കളയും, അല്ല കളഞ്ഞിരിക്കും. അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഈ അളിയൻ പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് സ്റ്റുഡന്റ് വിസ എടുത്തിട്ട് എല്ലാ രാജ്യത്തും പോയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള രാഷ്ട്രീയ ആഹ്വാനങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അവന്മാർ ഡീപ്പോർട്ട് ചെയ്യും. ഇയാളെ നാട് കടത്തിയതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അമേരിക്കയുടെ സ്റ്റുഡന്റ് വിസയ്ക്കകത്ത് ഇങ്ങനെ ഒരു നിയമമുണ്ട്. അവർ വിചാരിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ അളിയനെ തൂക്കിയെടുത്ത് പുറത്തോട്ട് ഇടാൻ പറ്റും. ഞാൻ ഈ ഇന്റർനെറ്റിലും മറ്റുമൊക്കെ പരതി കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം കണ്ടത്. ഈ അളിയനെ ഇനി നാട് കടത്തിയെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സർട്ടിഫിക്കറ്റും മറ്റുമൊക്കെ പഠിച്ചതിൻ്റെ ജയിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, തോറ്റാലും കിട്ടുമല്ലേ? അപ്പോൾ സർട്ടിഫിക്കറ്റും മറ്റുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മറ്റൊരു രാജ്യത്തേക്ക് ഏതെങ്കിലും ജോലിക്കും മറ്റൊക്കെ പോകുമ്പോഴത്തേക്കും മറ്റൊരു രാജ്യം നാട് കടത്തിയെന്നുള്ളൊരു കാര്യം അറിയുമ്പോഴത്തേക്കും അവർ ഇനി വിസ കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. അയ്യോ, ഇനിയിപ്പോൾ എന്തിനാ മറ്റു രാജ്യത്തൊക്കെ പോകുന്നല്ലേ? ഇന്ത്യയിൽ ഇതുപോലെ വലിയൊരു പാർട്ടി രൂപീകരിച്ചിരിക്കുമല്ലേ, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ആകാൻ പോകല്ലേ, പിന്നെ എന്തിനാ ഇനി മറ്റു രാജ്യത്തിലോട്ടൊക്കെ ജോലിക്ക് പോകുന്നല്ലേ? ഞാൻ എന്തിനും വേണ്ട, ഞാനത് മറന്നുപോയി. ഇനി ഈ അളിയൻ്റെ അടുത്ത് ഉടായിപ്പ് എന്നാണെന്നറിയോ? എന്നെ അറസ്റ്റ് ചെയ്യൂ, ഞാനിതാ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, എന്നെ അറസ്റ്റ് ചെയ്യൂ. ഇതാണ് അളിയൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. അതായത് ജൂൺ 6 ഞാൻ വരുന്നുണ്ട്, എല്ലാവരും എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഡൽഹി എയർപോർട്ടിൽ വരണം. അവിടെ വെച്ച് നമ്മൾ ചെറിയൊരു പ്രൊട്ടസ്റ്റ് നടത്തും. ആ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആകും. ഇതാണ് പരിപാടി. അല്ല, നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു എയർപോർട്ടിൽ ഒരു ക്യാമറ ഉപയോഗിച്ച് അത്യാവശ്യം ദൃശ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ പെർമിഷൻ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ആൾക്കാരെ കൂട്ടം കൂടാനായിട്ട് ആഹ്വാനം ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇയാൾ അറസ്റ്റ് ചെയ്യുവല്ലേ? ഇവന് ഇതൊക്കെ അറിയാം. ഇതൊക്കെയാണ് അടുത്ത ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പാറ്റാക്കൂട്ടങ്ങൾ പ്രചരിപ്പിക്കും, മോദിക്ക് പേടിയാണ്, BJPക്ക് പേടിയാണ് എന്നും പറഞ്ഞിട്ട്. അല്ല പിന്നെ എന്ത് ചെയ്യണ്ടേ? എയർപോർട്ടിലോട്ട് ഇതുപോലെ ആൾക്കാരെല്ലാം ഇടിച്ചു കുത്തി കയറി കഴിഞ്ഞാൽ അത് ആഹ്വാനം ചെയ്ത ആൾക്കാരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. അല്ലാതെ പേടിച്ചിട്ടും പറ്റുമോ? പിന്നെ എന്നാ ചെയ്യണ്ടേ? എയർപോർട്ടൊക്കെ തുറന്ന് മലത്തിയിട്ടുണ്ടോ? വരൂ, നിങ്ങൾ കടന്നു വരൂ, നിങ്ങൾ ഇതിനകത്തോടെ കയറി വിഹരിക്കൂ എന്ന് പറയണോ? എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ അല്ലേ? അവിടെയൊന്നും ഇമാതിരി പരിപാടികളൊന്നും നടത്താൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കുക. അത് പാറ്റയല്ല, പല്ലിക്കൂട്ടാന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അല്ലാതെ പേടിച്ചിട്ടാന്നൊക്കെ പറഞ്ഞാൽ അമ്മാരതാ പറയത്തുള്ളൂ. അല്ല, കണ്ടു, ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. അറസ്റ്റ് വരിക്കണം ആളിയന്. എങ്ങനെയെങ്കിലും അറസ്റ്റ് വരിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് റീച്ച് ആകണം. ഞാനാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മെയിൻ ആള് ഞാനാണ്. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ പേജിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുവാണെന്നോ കുറച്ച് ഫോളോവേഴ്സിന്റെ എണ്ണം കുറഞ്ഞു പോകുന്നെന്നോ ഒക്കെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല കേട്ടോ, നിങ്ങളൊന്ന് കയറി പരിശോധിച്ച് നോക്ക്. ഇനി കുറഞ്ഞാലും ഇനി അവിടെ സ്റ്റക്കായിട്ട് നിന്നാലേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പറയുന്നത്, ഇതിന്റെയൊക്കെ ഒരു എന്നാ പറയുന്നത്, ഒരു റീച്ച് കുറയുമല്ലോ. കുറയുമ്പോഴത്തേക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇത്, ഈ സാധനം എന്നൊക്കെ പറഞ്ഞത്. എന്നെ അറസ്റ്റ് ചെയ്യൂ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു BJPയുടെ ഒരു ഭാഗ്യേ, ഒരു സൈഡിൽ രാഹുൽ ഗാന്ധി ആയിട്ടും മറു സൈഡിൽ പിന്നെ ആം ആദ്മി ഇന്ത്യ, ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് വരും. ഇതെല്ലാം BJPക്ക് വളരാനുള്ള ഒരു വളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ ഒരു ഭാഗ്യേ.